വീഡിയോ എടുത്ത് നടക്കുന്നല്ലാതെ വേറൊരു പണിയില്ലേ എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്നോട് ഇടയ്ക്കൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. അല്ല, ഒരാൾ അയാൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ആദ്യം അത് ചോദ്യം ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ജോലിയുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനിടയിൽ നമ്മളെ ജെന്യുവൻലി ഹാപ്പി ആക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ജീവിതം കുറച്ച് ബോറിംഗ് ആവില്ലേ? ബേസിക്കലി എല്ലാവർക്കും അവരുടേതായ ഒരു ഹാപ്പി സ്പേസ് ഉണ്ടാവില്ലേ? എനിക്കത് വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ അടുത്ത ചോദ്യം എന്താണെന്നറിയോ? ശരി, ഇതിൽ നിന്നും കാശ് വല്ലതും കിട്ടുന്നുണ്ടോ? ഇതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. കാരണം ആളുകൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നതിനേക്കാൾ അതിൽ നിന്ന് എനിക്ക് എന്ത് വരുമാനം കിട്ടുന്നു അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ എന്നറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ്. ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ കൺസിസ്റ്റൻ്റ് ആയി ചെയ്താൽ മോണിറ്റൈസേഷൻ വരാം, ഇൻകം വരാം, ഓപ്പർച്യൂണിറ്റീസ് വരാം. അതൊക്കെ പോസിബിളാണ്. നമ്മളിപ്പോൾ ഒരു നല്ല പാട്ട് കേട്ടുകൊണ്ടിരുന്ന, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് എന്തെങ്കിലും കാശ് കിട്ടാറുണ്ടോ? പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണോ ഈ ഹോബി എന്ന് പറയുന്ന കാര്യം? നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് വരുമാനം കൂടെ കിട്ടിയാൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ? ആരാണിപ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത്? ഇനിയിപ്പോൾ വരുമാനം ഇല്ലെങ്കിൽ പോലും അത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ അതിനും ഒരു വാല്യൂ ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ അവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നത് ഇതുകൊണ്ട് എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ് എന്നത് തന്നെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ആൻസർ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ജീവിതം മുഴുവൻ കണക്ക് കൂട്ടി ജീവിക്കാനുള്ളതല്ലല്ലോ. ചില കാര്യങ്ങൾ പൈസയ്ക്ക് വേണ്ടി ചെയ്യാം, ചില കാര്യങ്ങൾ പാഷൻ കൊണ്ട് ചെയ്യാം, ചിലപ്പോൾ രണ്ടും ഒരുമിച്ച് കിട്ടും. എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, അത് ചെയ്യുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. നാളെ അതിൽ നിന്ന് വരുമാനം വന്നാൽ സന്തോഷം, വന്നില്ലെങ്കിലും ഞാൻ ചെയ്ത സമയത്തെ സന്തോഷം ആരും എടുത്തു മാറ്റാനൊന്നും പോകുന്നില്ല. സോ ഹോണസ്റ്റ്ലി വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കാണും, എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റിയാൽ അതിലും സന്തോഷം. പിന്നെ എൻ്റെ ഈ ഇഷ്ടം എൻ്റെ ജോലിയുടെ ഒരു സൈഡിലൂടെ കൊണ്ടുപോകുന്നൊരു കാര്യമായതുകൊണ്ട് എപ്പോഴും ഒന്നും ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കെങ്കിലും സമയം കണ്ടെത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യം നമ്മുടെ ലൈഫിലുള്ളപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ? അതുവഴി ചിലപ്പോൾ പുതിയ ആളുകളെ നമ്മൾ പരിചയപ്പെടാം, പുതിയ പുതിയ എക്സ്പീരിയൻസസ് ആവും. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിനേക്കാൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ കുറച്ച് സമയം ചിലവാക്കുക. പിന്നെ ഈ ആളുകൾ എന്തെങ്കിലും പറയുമോ? തീർച്ചയായും പറയും. പക്ഷെ അവർ പറയുന്നത് നിർത്തുന്ന ദിവസം വരില്ല. അതുകൊണ്ട് അതിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. കുഞ്ഞുനാളിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇതിൽ നിന്നിപ്പോൾ എനിക്ക് എന്ത് ബെനിഫിറ്റാണ് ഉള്ളതെന്ന്? പക്ഷെ ഇപ്പോൾ എന്തോ എല്ലാത്തിനും ഒരു റിസൾട്ട് വേണം, ഒരു പ്രോഫിറ്റ് വേണം, ഒരു റീസൺ വേണം എന്നൊരു മൈൻഡ് സെറ്റ് ആയിപ്പോയി. സോ അവനവനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തൂ, അത് എൻജോയ് ചെയ്യൂ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.